ദുരന്ത മേഖലയിൽ ആശ്വാസത്തിൻ്റെ യാത്രയായിരുന്നു യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി നടത്തിയത്. ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ് സുരേഷ് ഗോപി. അങ്ങ് വളരെ ഇമോഷണലി പല കാര്യങ്ങളെയും കാണുന്ന ആളാണ്. അത്രമാത്രം ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ദുരന്ത മേഖല യാത്ര? ദാരുണമാണ്. അതിനൊന്നും ഒരു ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. അതിദാരുണമാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിൻ്റെ ടോപ്പ് എൻഡിൽ പോയി നിന്ന് കണ്ടതാണ്. വിശ്വസിക്കാൻ ഭൂമി അങ്ങ് പിളർന്നു കൊടുത്ത് എടുത്തുകൊണ്ട് പോയി എന്നേ പറയാനൊക്കത്തുള്ളൂ. അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ലഷെല്ലാം കൂടി ഇനി എത്ര 10 വർഷം എടുക്കുമെന്ന് പറയുന്നത് സെറ്റിൽ ചെയ്യാൻ. ഇത്രയും ജീവിതങ്ങൾ മരിച്ചുപോയി എന്ന് മനസ്സിലാക്കുന്നത് ഒരു വേദന. പക്ഷെ അവരുടെ ഭൗതിക ശരീരം പോലും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇനി അതെവിടെയോ ആണ് എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ വേദനയാണ് അതിലും ഭീകരം. ഇനിയിപ്പം അങ്ങ് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഇനി ഇതിന് നൽകാൻ പോകുന്ന സഹായം? കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലല്ല, അല്ലാതെ തന്നെ ഞാൻ വന്ന് മനസ്സിലാക്കി. ഞാൻ ഇത് അറിയിക്കേണ്ടത് എന്നെ ആരിങ്ങോട്ട് അയച്ചോ അവിടെ ഇത് അറിയിക്കും. ഇന്നിപ്പം വൈകുന്നേരം കളക്ടർ എനിക്കൊരു ഇതുവരെയുള്ള ഒരു റിപ്പോർട്ട് തരും, അത് കൊടുക്കും. അത് കഴിഞ്ഞൊരു ബിഗർ ടീം, ടെക്നിക്കൽ ടീം വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോൾ എല്ലാം ഈ MP-മാരുടെയും മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു കണക്കെടുപ്പ് മാത്രമല്ലേ ചെല്ലുന്നത്. ഇനി ഒരു ടെക്നിക്കൽ ടീം വരണം, അത് അയക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രധാനമന്ത്രി തുടക്കത്തിൽ തന്നെ വലിയ കരുതലായിരുന്നു കാണിച്ചത്. മുഖ്യമന്ത്രി സംസാരിച്ചു, കേന്ദ്രസേനയെ വിട്ടു, ആർമിയെ വിട്ടു. കാലത്ത് തന്നെ ഏതാണ്ട് 6:30 മണിക്കാണ് ഞാൻ അറിയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒരു 7:15 വിളിച്ചു. 8 മണിക്ക് ഞങ്ങൾ കുറച്ച് കൂടുതൽ നേരം സംസാരിച്ചു. അപ്പോഴത്തേക്കും പുള്ളി അമിത്ഷായും വിളിച്ചു, രാജ്നാഥ് സിംഗിനെയും വിളിച്ചു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി വിളിച്ച് സംസാരിച്ചു. എന്താ അവർ തങ്ങളി സംസാരിച്ചതെന്നുള്ളത് പിന്നെ നമ്മൾ തങ്ങളി പറയത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു പിന്നെ നടക്കുന്നതെല്ലാം 2 ഓഫീസുകളുടെയും ഒരു കോർഡിനേഷനാണ്. കാരണം ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഇപ്പം NDRF ടീമായാലും ശരി തന്നെ, ആദ്യം എത്തിയ ടെറിട്ടോറിയൽ ആർമി, DSC, അതുപോലെ തന്നെ ഈ ആൻറ്റി നക്സൽ സ്ക്വാഡ്, കേരള പോലീസിൻ്റെ കേരള ഫയർഫോഴ്സ്, ഡോഗ് സ്ക്വാഡ്, അതിൽ നായകൾക്കെല്ലാം കൈക്കും കാലിനും എല്ലാം മുറിവും ആഴത്തിലുള്ള മുറിവൊക്കെയാണെന്നാണ് പറയുന്നത്. അതുപോലെ ബെയിലി പാലം മദ്രാസ് റെജിമെൻ്റ്. ഇതിനേക്കാളൊക്കെ പ്രധാനം ഇവരെല്ലാം ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിരുന്നു, അവർക്ക് ആ ജോലി ചെയ്യാൻ അറിയാം. അവരൊക്കെ ഇത് ഉത്തരവാദപ്പെട്ട ആൾക്കാരുമാണ്. പക്ഷേ എങ്കിലും ജീവൻ പണയം വെച്ചിറങ്ങി ചെയ്യുന്നു എന്ന് പറയുന്നത് അവരുടെ ജീവിതമാണ് ആർമിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ജീവനാണ് അവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. പക്ഷെ വളരെ പ്രധാനം, എത്ര ആയിരം പേരാണ് ഇതൊന്നും ഒരു ടെക്നിക്കൽ അറിവുമില്ലാതെ അവിടെ വന്ന് വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്നത്, ക്യാമ്പുകളിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ശരീരഭാഗങ്ങൾ കിട്ടിയത് കൊണ്ടുപോയി ദഹിപ്പിക്കുന്നതിനും അത് അടക്കം ചെയ്യുന്നതിനും കൃത്യമായി എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് ഒരു നാടല്ല, ഒരു സമൂഹം അങ്ങൊരുങ്ങി എന്നാണ് പറയേണ്ടത്. ആ സമൂഹത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഒരു വേദന ഉണ്ടായാൽ അത് എല്ലാവരുടെയും വേദനയാണ്. ഇനി വലിയൊരു പ്രശ്നം പുനരധിവാസമാണ്, റീഹാബിലിറ്റേഷൻ. നടക്കും. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ സുരേഷ് ഗോപി പറഞ്ഞത്, ഇത് വലിയ രീതിയിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ചുള്ള ഒരു കോർഡിനേഷനിലാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പുനരധിവാസവും മറ്റു കാര്യങ്ങളും നടക്കും. കേന്ദ്രം ഒരു ടെക്നിക്കൽ സംഘത്തെ എത്രയും വേഗം തന്നെ ഇങ്ങോട്ടേക്ക് പരിശോധനയ്ക്കായി അയക്കുമെന്നുള്ളതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24.